ആ ഞാനൊരു ആഹ്, 26, 28 വയസ്സിലാണ് പാലിയേറ്റീവ് കെയറിലേക്ക് വരുന്നത്. അന്ന് എൻ്റെ മോൾക്ക് ഒരു 3 വയസ്സാണ്. ഞാൻ 1993 പാലിയേറ്റീവ് കെയറിലേക്ക് എത്തിപ്പെടുന്നത്. അന്ന് പാലിയേറ്റീവ് കെയർ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം ആദ്യമായിട്ട് കേൾക്കുന്നൊരു വാക്കാണത്. അപ്പോൾ ഞാനത് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പത്മശ്രീ ഡോക്ടർ എം ആർ രാജഗോപാൽ സാറ്, പിന്നെ ഡോക്ടർ സുരേഷ്, ഞങ്ങൾ സുരേഷ് ജി എന്ന് പറയും, സുരേഷ് ജി സാറിൻ്റെ ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കഷൻ ചെയ്യുന്നത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഫാമിലി ഫ്രണ്ട് ലിസി, പിന്നെ എൻ്റെ ഹസ്ബൻഡുമായിട്ടൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അപ്പോൾ അതിൽ നിനക്ക് വോളണ്ടിയർ ആയിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത്. എന്ന് വെച്ചാൽ വോളണ്ടിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, അപ്പോൾ പറഞ്ഞു പൈസയൊന്നും ഉണ്ടാവില്ല, പക്ഷേ നിനക്ക് അവിടെ പോയിട്ട് സേവനം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമൊന്നും എനിക്ക് അത്ര താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. കാരണം ഞാനൊരു 5 വർഷം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തായാലും ഒരു ശമ്പളം കിട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് പിന്നെ നമുക്ക് ഫിനാൻഷ്യലി ശരിക്കും ഒരു ആവശ്യമുള്ള സമയം കൂടിയാണ്. അപ്പോൾ വെച്ചാൽ ഞാനും ഹസ്ബൻഡും കുട്ടിയാണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. എന്തായാലും ആ ഒരു ഡിസ്കഷനിൽ നമ്മൾ അവിടെ പോയിട്ട് സാറിൻ്റെ ക്വാർട്ടേഴ്സിൽ, സാറിൻ്റെ വീട്ടിൽ അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ശരിക്കും വേദനിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും ക്യാൻസർ പോലെയുള്ള അസുഖം വന്നിട്ട് ഇനിയൊന്നും ചെയ്യാനില്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മരിക്കുന്ന ആളുകളെ കുറിച്ചും അവരുടെ വേദനകളെക്കുറിച്ചുമാണ് ആ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ വേദന നമുക്ക് എങ്ങനെ കുറച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിൽ വന്നത്, ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആശുപത്രിയിൽ നമ്മൾ സാധാരണ ഒരു ക്ലിനിക്കാണ്. അവിടെ എല്ലാ തരത്തിലുള്ള രോഗികളും വരും. അവിടെ പിന്നെ പനിയായിട്ടും ഛർദിയായിട്ടും അല്ലെങ്കിൽ പിന്നെ ക്യാൻസറുള്ള പേഷ്യൻസും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് അവർ പോകുന്നു, പിന്നീട് നമ്മൾ അവരെ കാണുന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്ന് ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താ പറയുക, അവരുടെ വേദന കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ തോന്നിയത് ശരിക്കും അതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഇപ്പോൾ രോഗികളെ നമ്മൾ കാണുമ്പോൾ അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കണം, ഡ്രസ്സിങ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ. എന്നാൽ ശരി, അങ്ങനെ പോയി നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ നേരിട്ട് അന്ന് പേഷ്യൻ്റ് കെയറിലേക്കല്ല പോയിണ്ടായിരുന്നത്. കാരണം രാജഗോപാൽ സാറാണ് അന്നത്തെ അനസ്തേഷ്യ HOD. സാറിൻ്റെ റൂമിൽ കുറച്ച് പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. ആ സമയത്ത് പിന്നെ സാറ് അനസ്തേഷ്യ HOD ആയിരിക്കുമ്പോൾ തന്നെ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിന് വരുന്ന പേഷ്യൻസ് ഉണ്ടാവും, സർജറിക്കൊക്കെ. അപ്പോൾ അങ്ങനെ പേഷ്യൻ്റ് വരുമ്പോൾ സാറ് പറയും, മീനെ കുറച്ച് നേരം ഒന്ന് അവരുടെ കൂടെ പോയിരിക്കുമോയെന്ന്. അപ്പോൾ ശരിക്കും എനിക്ക് കൺഫ്യൂഷനായി. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ കൂടെ പോയിരിക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അവരുടെ കൂടെ ഇരിക്കാനാണ് പറയണേ. അപ്പോൾ നമ്മുടെ റോൾ എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുന്നില്ലായിരുന്നു. പക്ഷേ അവരുടെ കൂടെ പോയിരുന്നു. നമ്മൾ സാധാരണ 2 വ്യക്തികൾ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ സംസാരിച്ച് തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ അതിലേക്ക് വരുന്നത്.